ഹായ്, മോളീസ് കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് സുഖമില്ലാത്തതുകൊണ്ട് പ്രത്യേകിച്ച് വേറെ വീഡിയോ ഒന്നും ഇട്ടില്ലായിരുന്നു. ഹോസ്പിറ്റലിലൊക്കെ ആയിരുന്നു. എനിക്ക് 2 ദിവസം കൊണ്ട് സൈനസൈറ്റീസിൻ്റെ കുറേ ദിവസം കൊണ്ട് പറഞ്ഞില്ലേ, കുറേ ദിവസം കൊണ്ട് മണ്ടയ്ക്ക് ഇതാണ് ആവിയൊക്കെ പിടിക്കുന്നത്. പിന്നെ വീണ്ടും ആവി പിടിക്കണം. അപ്പോൾ ഇന്ന് ഹോസ്പിറ്റലിൽ പോയിരുന്നു. മണ്ടയ്ക്കുള്ള എക്സ്റേ എടുത്തു. പിന്നെ ഒരു പല്ലും ഈ മണ്ടയ്ക്ക് വേദന വരുമ്പോഴത്തേക്ക് ഒരു പല്ല് കുറേ കൊണ്ട് ആ മണ്ടവേദന വരുമ്പോൾ എല്ലാ പല്ലും വേദനയാണ്. അപ്പോൾ ആ പല്ലിൻ്റെ എക്സ്റേ എടുക്കാൻ പറഞ്ഞു. അപ്പം അന്ന് ചെന്നപ്പോഴേ ഇത് 2 എക്സ്റേക്കും കുറിച്ച് തന്നതാണ്. ഞാനപ്പോൾ മരുന്ന് കഴിക്കുമ്പം കുറയുമെന്നും പറഞ്ഞുകൊണ്ട് ആ മരുന്ന് കഴിച്ച് തൽക്കാലം കുറയ്ക്കാമെന്നുള്ള ഇതിലങ്ങ് പിന്നെ പോവാതിരുന്നു. അപ്പോൾ ഇപ്പം വീണ്ടും ഇപ്പം ഇതിനിടയ്ക്ക് ഒരു കല്യാണത്തിന് ദൂരോട്ടൊരു യാത്ര പോയിട്ട് വന്നപ്പോഴേ പിറ്റേന്ന് വീണ്ടും അങ്ങ് കൂടി, വേദനയും കൂടി മണ്ടയ്ക്ക് അങ്ങ് ഭയങ്കര ഒരു ഇതായി. ഇന്നലെ ഒരു പൊടിഞ്ഞോടി രാത്രി ഉറങ്ങിയിട്ടില്ല. അപ്പോൾ ഇന്ന് പിന്നെ ഞാൻ ഹോസ്പിറ്റലിൽ പോയി. ഹോസ്പിറ്റലിൽ കടയ്ക്ക് നമുക്ക് താലൂക്ക് ഹോസ്പിറ്റലെന്ന് പേര് മാത്രമേ ഉള്ളൂ. അവിടെ ചെന്നാൽ ഒരു അസുഖത്തിനും ഡോക്ടറില്ല. അവിടെ ചെന്നപ്പോഴാണ് അറിയുന്നത്. അപ്പോൾ ENT ഡോക്ടർ കുറിച്ച് തന്ന അതായിരുന്നു തലയുടെ സൈനസിൻ്റെ ആ ഒരു എക്സ്റേ. പിന്നെ അതെന്തെല്ലാം കാണിച്ച് അതിൻ്റെ ഇതുണ്ടായിരുന്നു. അപ്പോൾ 2 എക്സ്റേയും ഞാൻ എടുത്തു. അപ്പം ENT ഇല്ലാത്തത് കൊണ്ട് ഞാൻ പിന്നെ മറ്റ് വേറെ ഡോക്ടറെ കാണിക്കാമെന്നും പറഞ്ഞുകൊണ്ട് ഫിസിഷ്യൻ്റെ ഇതെടുത്തു. അപ്പോൾ ഫിസിഷ്യൻ്റെ 42 OP ടോക്കൺ നമ്പർ. അപ്പോൾ 2 എക്സ്റേയൊക്കെ എടുത്തും കൊണ്ട് ഇതെല്ലാം കാണിച്ചിട്ട് ഫിസിഷ്യനെ കാണാനായിട്ട് വന്നപ്പോഴത്തേക്ക് 42 കഴിഞ്ഞു, 64 ചെന്നപ്പോഴേ സെക്യൂരിറ്റി പറഞ്ഞു അവിടെ ഭയങ്കര വഴക്കും പ്രശ്നവും നടക്കുകയാണ്. ഫിസിഷ്യൻ്റെ അടുത്ത് കാണാൻ പറ്റുമോ, എങ്ങനെയാണ് എന്തോ 42 കഴിഞ്ഞു. അതുപോലെ തന്നെ അപ്പം പിന്നെ ദന്തൽ ഡോക്ടറെ കാണാൻ ചെന്നപ്പോൾ തന്നെ അവിടെ നിന്ന് ആൻറ്റിബയോട്ടിക്കും എല്ലാം തന്നായിരുന്നു. അതുകൊണ്ട് പിന്നെ കുറച്ച് നേരം നിന്നപ്പോൾ അവിടെ കാണിക്കാൻ പറ്റുന്നൊരു കണ്ടീഷനല്ല. അങ്ങനെ പിന്നെ എനിക്കാണെങ്കിൽ അങ്ങ് നിൽക്കാനും വയ്യ, വേദനയും സഹിക്കാൻ വയ്യ, വല്ലാത്തൊരു കണ്ടീഷനായിരുന്നു ഇന്ന്. അങ്ങനെ പിന്നെ അപ്പോൾ നമ്മൾ ഇതുവഴിയുള്ള വണ്ടി രാവിലെ ഇതിലെയുള്ള ആ 9 വണ്ടിയിൽ പോയതാണ് ഞാൻ. ആ വണ്ടി 1 മണിക്ക് വീണ്ടും ഉച്ചയ്ക്ക് തിരിച്ചു വരും. അപ്പം നേരെ പല്ലിൻ്റെ ഒരു വേദനയും മണ്ടവേദനയും കാരണം നേരെ ഭക്ഷണം പോലും ഞാൻ നേരെ കഴിക്കാൻ എനിക്ക് അത്രയ്ക്ക് വയ്യാതെയാണ് പോയത്. അങ്ങനെ പിന്നെ ഞാൻ ആ വണ്ടി വരാറായി 12:30 കഴിഞ്ഞു. ഇറങ്ങി മരുന്നൊക്കെ വാങ്ങിച്ചുകൊണ്ട് മെഡിക്കൽ സ്റ്റോറിൽ കയറി മരുന്നൊക്കെ വാങ്ങിച്ചുകൊണ്ട് ഞാൻ ആ വണ്ടിയിൽ തന്നെ തിരിച്ചിഞ്ഞ് വന്നിത്തിരി ഗുളികയും കഴിച്ചുകൊണ്ട് 2 പഴം എടുത്ത് കഴിച്ച്. കാര്യം ചോറൊന്നും അങ്ങോട്ട് കഴിക്കാനും ഒന്നും പറ്റാത്തൊരു ഗുളികയും കഴിച്ചുകൊണ്ട് ഇത്തിരി ഞാൻ കിടന്നിട്ട് രാവിലെ എടുത്ത് വെച്ച കാപ്പി എന്നെ എടുത്ത് വീണ്ടും കഴിച്ചു. ചോറ് ഇതുവരെയും കഴിച്ചിട്ടില്ല. കാര്യം എനിക്കങ്ങ് എന്തിനാണെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. മണ്ടയ്ക്കങ്ങ് ഭയങ്കര ഇപ്പോൾ മോഹനത്തിന് മുമ്പേ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞില്ല. കാര്യം കുറച്ച് എന്നും ഉള്ളതല്ലേ. പിന്നെ ഇപ്പം മക്കളെ വിളിക്കുമ്പോഴത്തേക്ക് ഒന്നും വയ്യായി പറഞ്ഞ കണക്ക്. എന്നാലും എനിക്ക് കുറേ നാളുകൊണ്ട് അങ്ങനെയൊന്നും പ്രശ്നമില്ല. ഇനിയിപ്പോൾ നല്ലപോലെ ഒന്നങ്ങ് ആവി പിടിക്കണം. അപ്പോൾ ആൻറ്റിബയോട്ടിക് 3 നേരവും ആൻറ്റിബയോട്ടിക് ഉണ്ട്. പിന്നെ മൂന്നാല് ഗുളികയുണ്ട്. അങ്ങനെയൊക്കെയുള്ള ആ ഒരു ഇതാണ് അതുപോലെ ഇപ്പോഴത്തെ കാലാവസ്ഥ. വൃശ്ചിക മാസപ്പാണ്ട ക്ഷേത്രത്തിൽ പൂജ നടക്കുകയാണ്. അപ്പോൾ എന്നും കയറിപ്പോയി നാമം ചെല്ലുകയും ഒക്കെ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഇതിലിരുന്നതാണ്. കാര്യം അവിടെ വൃശ്ചിക മാസം വിളക്ക് തുടങ്ങുന്നതിനും തൊട്ട് മുമ്പായിട്ട് കമ്മിറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ കമ്മിറ്റിയിൽ എന്നും കയറി ചെല്ലാം, സന്ധ്യാമം ചെല്ലാം എന്നൊക്കെ പറയുകയും ചെയ്തു. അപ്പം ഈ ഇടയ്ക്ക് വൃശ്ചിക 1-ാം തീയതി ഞാൻ കയറിപ്പോയി സന്ധ്യാമം ചെല്ലുക എല്ലാം ചെയ്തു. ഒരാൾ ചേച്ചി ചെല്ലാൻ വരും. അപ്പോൾ എൻ്റെ കൂട്ടത്തിലിരുന്ന് ചെല്ലുകയൊക്കെ ചെയ്യും. അല്ല ഒറ്റയ്ക്കായാലും ഞാൻ ചെല്ലും. പക്ഷേ വയ്യാത്ത ഈ തണുത്ത വെള്ളം കോരിയടിച്ച് കുളിച്ചിട്ട് പിന്നെ ഒരു ദിവസം പോകുമ്പം പിറ്റേന്ന് നമ്മുടെ അവസ്ഥ നമുക്കല്ലേ അറിയാവൂ. പിന്നെ എന്നെ കണ്ടപ്പോഴത്തേക്ക് 1-2 പേര് എൻ്റെ അടുത്ത് അത് ചോദിക്കുന്നതൊക്കെ കേട്ടപ്പോഴത്തേക്ക് പിന്നെ ഇന്നല്ലേ കാണുന്നത് അങ്ങനെ ഇങ്ങനെയൊക്കെ. കാര്യം ഭഗവാന്റെ മുമ്പ് നമുക്ക് തൊഴുവാൻ കയറി ചെല്ലാൻ ആരെയും നമുക്കിത് വേണ്ടല്ലോ. ഇവിടെ മുറ്റത്ത് കിടക്കുന്ന അമ്പലത്തിൽ നമുക്ക് ഇത്രയും പോകാനായിട്ട് നമുക്ക്
എപ്പോഴും ദൈവത്തിൻ്റെ മുമ്പ് കൈയെടുത്തുകൊണ്ടാണ് നമ്മളിരിക്കുന്നത്. ദൈവത്തിൻ്റെ ഇപ്പോഴും ഏത് സമയവും എങ്ങോട്ട് തിരിഞ്ഞാലും ഭഗവാന്റെ മുമ്പ് കൈയെടുത്തിട്ടേ നമ്മൾ പോകാറുള്ളൂ. അങ്ങനെയാണ് ദൈവമാണ് നമ്മുടെ ഭഗവാന്റെ ഒരു സഹായമേ നമുക്കുള്ളൂ. അങ്ങനെയാണ് നമുക്ക് പൂജ നടക്കുകയാണ്. അപ്പോഴെന്നും അങ്ങ് വിഷമമാണ് നമുക്ക്. എനിക്ക് ഭഗവാന്റെ മുമ്പ് കയറിപ്പോയി തൊഴുവാനും ഒന്നും വെക്കാത്ത കാര്യം. നമുക്ക് കുളിക്കാതെ നമുക്ക് അമ്പലത്തിൽ കയറി പോകാൻ പറ്റൂലല്ലോ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ജോലിക്ക് പോയി. അപ്പോൾ അത് പറഞ്ഞത് വരെയും എന്നെ പറഞ്ഞ് കളിയാക്കുകയൊക്കെ ചെയ്തു. എനിക്കതൊക്കെ കേട്ടപ്പോൾ അങ്ങ് വിഷമമായിരുന്നു. കാര്യം ഒരു മനുഷ്യൻ്റെ ജീവിത രീതിയും പിന്നെ 5 ദിവസം ജോലിക്ക് പോവുകയുള്ളൂ, ബാക്കിയുള്ള ദിവസം ഞാൻ വരും എന്നൊക്കെ അവിടെ ഇരുന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഞാൻ മനസ്സിൽ ഉറപ്പിച്ചു, ഇനി ഒരു കാര്യം ഞാൻ എങ്ങും ഇരുന്ന് പറയുകയില്ല, ഒരു കാര്യം കേൾക്കുകയില്ല. അത് മനസ്സിൽ വെച്ചിരുന്നു. പിന്നെ നമ്മളെ കാണുമ്പോഴത്തേക്ക് അതൊരു തമാശ രൂപേണ നമ്മളെ ഇതാക്കുന്ന കണക്കുള്ളൊരു സംസാരവും, പിന്നെ നമ്മളത് പറയാതിരിക്കുമ്പോൾ കുഴപ്പമില്ലല്ലോ അല്ലേ. ഭഗവാന്റെ മുമ്പ് നമുക്ക് പോയി സന്ധ്യാമം ചെല്ലാനും എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതൊക്കെ അങ്ങ് ഭയങ്കര ആഗ്രഹമാണ്. മാമി മറ്റേ ചേച്ചിക്ക് 2-3 ദിവസം വരാതിരിക്കാൻ എന്നെ ഏൽപ്പിച്ചിട്ടാണ് പോയത്. പക്ഷേ കുളിക്കാതെ എനിക്ക് പോയിരുന്ന് ചെല്ലാൻ പറ്റും. എപ്പോഴും മണ്ട പൊട്ടുകയാണ്, ഭയങ്കര തലവേദന എന്ന് പറഞ്ഞാൽ സൈനസിൻ്റെയും മൈഗ്രെയിൻ്റെയും കൂടെ പ്രശ്നമുണ്ട്. അതാണ് 2 ദിവസം ഉറങ്ങാതെയും കൂടെ ഇരിക്കുമ്പോൾ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. ഞാനിപ്പോൾ അതുകൊണ്ട് അല്ലെങ്കിൽ ഞാൻ അങ്ങനെ യാത്രയൊന്നും എങ്ങോട്ടും അങ്ങനെ കുറേ ആളുകൊണ്ട് അങ്ങനെ യാത്രയൊന്നും ഈ ജോലിക്ക് പോണതല്ലാതെ എങ്ങോട്ടും ഒരു സ്ഥലത്തോട്ട് യാത്രയില്ല. എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ എങ്ങോട്ടും പോക്ക് വരെ ഒന്നുമില്ല. എൻ്റെ വീടേ ശരണം. ഞാനൊരു വീട്ടിൽ പോലും ഞാൻ എങ്ങും പോകില്ല. എൻ്റെ വീടേ ശരണം. പിന്നെ ജോലി ഉള്ളപ്പോഴത്തേക്ക് ചിലപ്പം 5, 6, 7 ഇങ്ങേറ്റം ഒരാഴ്ച മാറിയെന്ന് ജോലിക്ക് പോകും, തിരിച്ചെൻ്റെ വീട്ടിൽ വരും. എൻ്റെ വീട് വിട്ട് എനിക്ക് എങ്ങോട്ടും പോകണത് ചിലപ്പോൾ ഇങ്ങേറ്റം പോയാൽ കടയ്ക്കൽ, അല്ലെങ്കിൽ ചിലപ്പം എന്തെങ്കിലും അത്യാവശ്യം കാര്യം എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അണ്ണൻ്റെ സ്ഥലം പാരിപ്പള്ളി. അതിനപ്പുറം വേറെ ഒന്നുമില്ല. ഇതൊക്കെ തന്നെയാണ് എൻ്റെ പോക്ക് വരവൊക്കെ. പിന്നെ ഇപ്പം ജോലിക്ക് നമുക്ക് പോവേണ്ടി വന്ന് നമുക്ക് പോയല്ലേ പറ്റുള്ളൂ. നമ്മുടെ ഒരു വരുമാന മാർഗം. അതിപ്പം ജോലി ഗോകുലത്തിൽ പോയിട്ട് വന്നിട്ട് പിന്നെ പോയില്ല. ഗോകുലത്തിൽ അത്രയ്ക്കുള്ള ആ ഒരു ഇതല്ലേ ഉള്ളായിരുന്നു. അത് പോയിട്ട് പിന്നെ വന്നിട്ട് പിന്നെ പോയില്ല. ഇതൊക്കെ തന്നെയാണ് അതുപോലെ ഇപ്പോഴത്തെ കാലാവസ്ഥയും. വൃശ്ചികം കഴിഞ്ഞ് ധനുമാസമായി. ഇപ്പോൾ 2 ദിവസം കൊണ്ട് വലിയ കുഴപ്പമില്ല. ഈ തണുപ്പും ആ ഒരു മഞ്ഞ് കാലാവസ്ഥയുടെ ആ ഒരു ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കാണ് എല്ലാവർക്കും വയ്യാതാവുകയും എടുക്കുകയും എല്ലാം അങ്ങനെ ആ ഒരിത് വരുന്നത്. അപ്പോഴേ ഇനി നല്ലപോലെ ഒന്ന് വെള്ളം തിളപ്പിച്ച് ആവി പിടിച്ചിട്ട് വേണം കിടക്കാനായിട്ട്. ആവിയിലാണ് നമുക്കിത് കുറയാനുള്ളത്. ഗുളിക കഴിച്ചാൽ മാത്രം കുറയുന്നതല്ലല്ലോ. നല്ലപോലെ വെള്ളം വെട്ടി തിളപ്പിച്ച് ആവി പിടിക്കണം. ആവി പിടിക്കുന്ന ഇത് കഷ്ടം. എൻ്റെ അമ്മേരെ ആവി പിടിക്കുന്ന ആ ഒരു ഇത് മെഷീനൂടെ ഉണ്ട്. ആ ഇത് മാസ്കും കൂടെ മേടിച്ചാൽ മതിയായിരുന്നു. അമ്മയ്ക്ക് അസുഖം കൂടിയതിൻ്റെ അന്ന് ഞാൻ അതും എടുത്തുകൊണ്ടാണ് അങ്ങ് പോകുന്നത്. അല്ലെങ്കിൽ ഒരു മാസ്ക് കൂടെ മേടിച്ചിരുന്നെങ്കിൽ നമുക്കത് നല്ലതുപോലെ ആവി പിടിക്കാമായിരുന്നു. എനിക്ക് എന്നും ആവശ്യമുള്ളൊരു സാധനമായിരുന്നു. കുഴപ്പമില്ല, എൻ്റെ അമ്മയെ കൂടിയതല്ലല്ലോ അത്. എനിക്ക് ഏറ്റവും ഇഷ്ടമായിരുന്നു എൻ്റെ അമ്മേരെ റേഡിയോ. എപ്പോഴും കേൾക്കാതെ അവിടെ വെറുതെ ഇരിക്കും. പക്ഷേ അത് ഞാൻ ആവശ്യപ്പെട്ടിട്ടും എനിക്ക് ആരും തന്നില്ല. വേണ്ട, കുഴപ്പമില്ല. എൻ്റെ അമ്മേരെ റൂമിൽ ഞാൻ അറിയാതെ റൂമിൽ കയറി എല്ലാവരും നോക്കിയെടുക്കുകയൊക്കെ ചെയ്തു. പക്ഷേ ഇപ്പോഴും ഞാൻ ചെന്ന് നോക്കിയതിന് ശേഷം അമ്മേരെ റൂം എങ്ങനെയാണോ ആ റൂം അതുപോലെ അമ്മ തുണി വിരിച്ചിട്ടിരുന്നത് പോലും ആ അവസ്ഥയിൽ ഞാൻ ഇട്ടിരിക്കുകയാണ്. ഞാനൊന്നും എടുത്തിട്ടില്ല. അരയ്ക്കുന്നതിന് മുമ്പേ ആ റൂമിൽ കയറി നോക്കിയെടുക്കുകയും ഒക്കെ ചെയ്തു, അരിക്കുകയും പറക്കുകയൊക്കെ ചെയ്തു. പക്ഷേ ഞാൻ കാണുമ്പോൾ എങ്ങനെയാണോ കിടന്നത് ആ റൂം ഇപ്പോഴും ആ അവസ്ഥയിൽ തന്നെ ഞാൻ ഇട്ടിരിക്കുകയാണ്. എൻ്റെ അമ്മ ഇപ്പോഴും അതിനകത്തുണ്ടെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. എന്നോട് ഇവിടെ നിന്ന് സംസാരിക്കുന്നതായിട്ടാണ് എനിക്കിപ്പോഴും തോന്നാറുള്ളത്. അതങ്ങനെ തന്നെ മുന്നോട്ട് പോട്ടെ, പോകുന്നത് വരെ പോട്ടെ. അതാണ് എനിക്ക് താല്പര്യം, ഇഷ്ടം. ഇന്ന് ഞാൻ ഹോസ്പിറ്റലിൽ ഇരുന്നപ്പോഴത്തേക്ക് ഞാൻ എക്സ്റേക്ക് അത് പൈസ അടയ്ക്കാനായിട്ട് ഇരുന്നപ്പോൾ ഒരമ്മ ഇങ്ങനെ പോകണം. 19 വയസ്സ് വരും. ഞാൻ ഇങ്ങനെ പോയപ്പോൾ ഞാൻ ആലോചിക്കുകയാണ്, ഈശ്വരാ,
എൻ്റെ അമ്മ 81 വയസ്സേ ഉള്ളൂ. എൻ്റെ അമ്മയ്ക്ക് ആരും ഒന്നും കൊടുക്കണ്ടായിരുന്നു. അമ്മയ്ക്ക് വരുമാനമുണ്ട്. അമ്മ മരിച്ച ആ പൈസ വേറെ ആർക്കും കിട്ടൂല. അമ്മയ്ക്ക് എന്ത് നല്ല ഇതായിട്ട് ജീവിക്കാമായിരുന്നു. ഭഗവാനെ, എൻ്റെ അമ്മ മരിച്ചു പോയില്ല. ഞാൻ ഇന്നങ്ങ് ആലോചിച്ച് പോവുകയാണ് അതൊക്കെ. ആർക്കും ഒരു ശല്യമില്ലാതെ അമ്മയങ്ങ് ജീവിച്ചനെയായിരുന്നു. ഒരു മനുഷ്യൻ്റെ ഒരേ അവസ്ഥകളാണല്ലേ, ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഓർമ്മിക്കുമ്പോൾ അങ്ങ് പറഞ്ഞു പോകുന്നതാണ്. നാളെ നമ്മളെ ഈ പറഞ്ഞ കണക്ക് എൻ്റെ കൊച്ചുങ്ങൾ എന്നെ വഴക്ക് പറയും. പറഞ്ഞ കണക്ക് അമ്മ എന്നും ഇരുന്നിങ്ങനെ ഒരേ മനുഷ്യൻ്റെ ഒരേ അവസ്ഥകൾ കാണുമ്പോഴത്തേക്ക് പറഞ്ഞു പോകുന്നതാണ്. എനിക്ക് എൻ്റെ പൊന്നുമായി ഈ പറഞ്ഞ കണക്ക് എൻ്റെ മക്കൾ എന്നെ അതേ രീതിക്ക് തന്നെയാണ് നോക്കുന്നത്. ഇന്നുവരെയും ഒരു കുറവും എൻ്റെ മക്കൾ വരുത്തിയിട്ടില്ലേ ഭഗവാനെ, എൻ്റെ പൊന്നമ്മച്ചി. എല്ലാവർക്കും നല്ലത് വരാൻ വേണ്ടി മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ കുഞ്ഞു വീഡിയോ, ഇന്ന് വേറെ വിശേഷങ്ങളൊന്നുമില്ല. പ്രത്യേകിച്ച് പറയാനായിട്ട് ഞാൻ എൻ്റെ വയ്യായികയിൽ ഞാൻ പറഞ്ഞതാണ് ഹോസ്പിറ്റലിൽ. ഇന്നിപ്പോൾ എനിക്ക് എൻ്റെ യൂട്യൂബിൻ്റെ ഇതിലൊരു ഇത് വന്ന് കാര്യം. ഞാൻ യൂട്യൂബ് തുടങ്ങിയിട്ട് അത് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാനായിട്ടാണ് വന്നത്. പക്ഷേ പ്രത്യേകിച്ച് യൂട്യൂബിൻ്റെ ഒരു ഇത് ഞാനിപ്പോൾ തുടങ്ങിയിട്ട് 2-3 വർഷമായല്ലോ. പക്ഷേ ഇതുവരെ മോണിറ്റേഷനായി കിട്ടിയില്ലല്ല. സബ്സ്ക്രൈബർ ആയെങ്കിലും മോണിറ്റേഷനായില്ല. അങ്ങനെ അപ്പോൾ അതിന് സപ്പോർട്ടായിട്ട് എന്നും പറഞ്ഞുകൊണ്ട് ഒരു മെസ്സേജ് എനിക്കിങ്ങനെ വന്നു. നമുക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ഒരിത്, പിന്നെ മൂന്നാമത്തെ ഇത് എനിക്കത് എന്താണെന്ന് എനിക്കത് മനസ്സിലായില്ല. സപ്പോർട്ട് യൂട്യൂബ് സ്റ്റുഡിയോയിൽ അങ്ങനെ ഒരു മെസ്സേജ് ഇങ്ങനെ വന്ന്. എന്നിട്ട് എൻ്റെ അടുത്ത് പിന്നെ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ഇടാൻ ഇങ്ങനെ ഇതിലിടുക, നമുക്ക് ഇതിലിടുമല്ലോ എന്തൊരു മെസ്സേജ്. എനിക്കെപ്പോഴും ഞാൻ അങ്ങനെ നമ്മൾ എന്തെങ്കിലും ഇതുണ്ടെന്നുണ്ടെങ്കിൽ ഒരു മെസ്സേജ് ഇടുമല്ലോ, അതിൽ ആ മെസ്സേജ് ഇടാൻ അങ്ങനെ ഇതായിട്ട് വന്നായിരുന്നു. പക്ഷേ അത് എന്താണെന്ന് എനിക്ക് പെട്ടെന്ന് പിടികിട്ടുകയും മനസ്സിലാവുകയും ചെയ്യുന്നില്ല. നമ്മളെ സപ്പോർട്ട് ചെയ്ത് സഹായിക്കുന്ന മൂന്നാമത്തെ ഒരു ഇതെന്നും പറഞ്ഞുകൊണ്ടാണ് അത് വന്നത്. എനിക്കത് എന്താണെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ എനിക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നില്ല. എന്ന് പറഞ്ഞാൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു യൂട്യൂബ് സ്റ്റുഡിയോയിലെ ഒരു അവർ ഇതിലെ ഒരു അംഗമാവുന്നു, ഗൂഗിൾ അതിലെ ഒരു അംഗമായിട്ട്. അപ്പം നമ്മുടെ എല്ലാ വീഡിയോയും അവർ കാണുകയും എല്ലാം കൈകാര്യം ചെയ്യുക, അങ്ങനെയൊക്കെ എല്ലാം ചെയ്യും. അതിന് അനുമതി കൊടുക്കുന്ന ഒരിതോ എന്തോ എന്തോ എനിക്കത് മനസ്സിലായി വരുന്നില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു അറിവുണ്ടെങ്കിൽ എനിക്കൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഞാൻ എന്തായാലും അതൊന്നും ഇതൊക്കെ അങ്ങനെ ഒന്നും ആക്കിയിട്ടില്ല. എന്താണെന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമെങ്കിൽ എനിക്കൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. നമുക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഒരിത് എന്ന് പറഞ്ഞാൽ നമ്മുടെ മോണിറ്റേഷൻ ആവാത്തതിൻ്റെ ഒരിതാണ്. എന്താണോ നമുക്ക് വീഡിയോ ചെയ്യാനായിട്ട് നമുക്ക് സപ്പോർട്ട് ചെയ്ത് തരുന്ന കമൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിഞ്ഞുകൂടാത്ത കാര്യങ്ങൾ ഇതാക്കി തരുന്ന ഒരു ഇതാണ് യൂട്യൂബ് സ്റ്റുഡിയോ ഒരു ഇതിൽ. അതെന്താണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിനെക്കുറിച്ച് വല്ല ഗ്രാഹ്യമോ പിടുത്തമോ ഉണ്ടെങ്കിൽ എനിക്ക് ഒന്ന് കമൻറ്റ് ചെയ്ത് അതൊന്ന് മനസ്സിലാക്കി തരണേ. ഇത്രയൊക്കെ തന്നെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. അത് എനിക്ക് ഒന്ന് പറഞ്ഞ് നിങ്ങളെന്താണെന്ന് വെച്ചാൽ എനിക്കത് നിങ്ങൾക്ക് മനസ്സിലായി എങ്കിൽ എനിക്ക് ഒന്ന് കമൻറ്റിലൂടെ ഒന്ന് മനസ്സിലാക്കി തരിക. നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടാറ്റാ.